ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ പക്കോട അല്ലെങ്കിൽ കോളിഫ്ലവർ 65. അതിനു വേണ്ടി കോളിഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ചു. പക്കോട ഉണ്ടാക്കാൻ ആവശ്യമായ കടലമാവ്, അരിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ, കാശ്മീരി ചില്ലി, ഗരം മസാല, ഉപ്പ് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇവ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യാനുസരണം നമുക്ക് കുറേശ്ശെയായി വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം മൊത്തം ഒഴിച്ച് കുഴയ്ക്കരുത്. കുറേശ്ശെയായിട്ട് ആ പരുവത്തിനനുസരിച്ച് കുഴച്ചെടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതാണ് ആ കൂട്ടിൻ്റെ പരുവം. അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ആ കുഴച്ചതും കോളിഫ്ലവറും ആയിട്ട് നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷമുള്ള കോളിഫ്ലവർ കൂട്ടാണ്. ഇനി പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് വരും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ പക്കോട റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്കോട റെഡിയായി. ഇനി നമുക്കത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അതായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ബാക്കി പക്കോടയും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് പാത്രത്തിലോട്ട് ഇടാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ പക്കോട. ഇതൊരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഈ എണ്ണയിൽ തന്നെ മുളകും കറിവേപ്പിലയും കൂടെ വറുത്തുകോരി ഇതിലിട്ട് ഇടാം. ഈ പക്കോടയിൽ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കഴിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ? അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ.